ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തട്ടേക്കാട് ടൂർ പോയല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് മരങ്ങളും സസ്യങ്ങളും അങ്ങനെ ഇതുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ നാളിന് ചേർന്ന മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ നാളിൻ്റെ മരമൊക്കെ കണ്ടുപിടിച്ചേ. അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ നാള് പൂയമാണ്. അപ്പോൾ പൂയം അതിന് എന്തോ അറിയാലോ, അങ്ങനെ എന്താണ്ടും മരം. അപ്പോൾ പിന്നെ സാഞ്ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ നാളും അതിനും മാച്ചിങ് മരവും ഉണ്ടായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, രണ്ടുപേരും രണ്ട് മരത്തിൻ്റെ ചൂട്ടിൽ വീഡിയോ ഒക്കെ എടുത്തിട്ടോ. അപ്പം നമ്മുടെ നാളിന് ചേർന്ന മരങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഇപ്പോഴായിട്ട് അറിയണേ. നമുക്ക് അങ്ങനത്തെ സംഗതികളൊന്നുമില്ല, നാളെ നോക്കാറില്ല. അതിൻ്റെ ഇടയിൽ അതിന് മരം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. നാളിനൊക്കെ മരമോ? അപ്പോൾ രണ്ടുപേരെയും ഞാൻ രണ്ട് മരത്തിൻ്റെ ചോട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് വീഡിയോ എടുത്തിട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ നാളിന് ഒരു മരം ഉണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ നാളിൻ്റെ മരത്തിൻ്റെ ചോട്ടിൽ ചെന്നപ്പോൾ അത് ഉണങ്ങി കരിഞ്ഞ് നിൽക്കുക കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ആ ഉണങ്ങി ഉണക്കക്കൊമ്പ് പിടിച്ചിട്ട് നിന്നൊരു ഫോട്ടോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ എൻ്റെ മരവും എൻ്റെ നാളും ഒക്കെയാണ് ഞാൻ ആ കാണിച്ചു തന്നത്. ഇതാണ്, അത് മൊത്തത്തിൽ ഉണങ്ങിയൊക്കെ പോയിട്ടോ. എന്നാലും കുഴപ്പമില്ല, ഒരു ഫോട്ടോസൊക്കെ എടുത്തേക്കാന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കണ്ണനും അമ്മൂനും എല്ലാവരും നാളിന് മാച്ചിങ് മരവും ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കണ്ണൻ്റെ മരവും പോയി നാളൊക്കെ നോക്കി. അവൻ്റെ നാളിന് ഏത് മരമാണ് എന്നൊക്കെ കണ്ടു. പക്ഷെ അവൻ്റെ മരം ഉണങ്ങിപ്പോയായിരുന്നു കേട്ടോ. അപ്പം പക്ഷെ ഞങ്ങൾ എന്നാലും അതിൻ്റെ അടിയിൽ ഒരു കുഞ്ഞു കിളുത്തൊക്കെ കാണിച്ചു കൊടുത്തത്, മുളച്ചു എന്നോളെന്നൊക്കെ കാണിച്ചു കൊടുത്ത്. എന്തായാലും ഞാനിത് ആദ്യമായിട്ടാണ് നാളിന് മാച്ചിങ് മരമൊക്കെ കാണുന്നത്. അതവിടെ ചെന്നപ്പോഴാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ ഇങ്ങനെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. എനിക്ക് എന്തായാലും ഇതിനു മുമ്പ് ഇങ്ങനത്തെ സംഗതി ഒന്നും അറിയത്തില്ല. അപ്പം എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണോടാ. ഓക്കെ, ബൈ.